Welcome back, my dear students and friends. Today, we are going to discuss the second chapter of 11th Business Studies, Forms of Business Organizations. ബിസിനസ് സംഘടനകളുടെ വിവിധ രൂപങ്ങൾ. As you know, Indian economy is a mixed economy. എന്താണ് മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ? യെസ്, ഇന്ത്യയിൽ ഗവൺമെന്റ് അധീനതയിലുള്ള സ്ഥാപനങ്ങളും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളും ഒരുപോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു മിക്സഡ് എക്കോണമിയാണെന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ, പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് എന്റർപ്രൈസസ് ആർ അലൗഡ് ടു ഓപ്പറേറ്റ്. The economy therefore may be classified into two sectors, private sector and public sector. എന്താണ് പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, the private sector consists of business owned by individuals or group of individuals. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തികളോ ഒരു കൂട്ടം വ്യക്തികളോ ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കാം പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്? യെസ്, ദീസ് ആർ ഓർഗനൈസേഷൻസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദി ഗവൺമെന്റ്. ഗവൺമെന്റ് റൺ ചെയ്യുന്ന, ഗവൺമെന്റ് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ പറയുന്നത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് അധീനതയിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ പാർട്ട്ലി സെൻട്രൽ ഗവൺമെന്റും പാർട്ട്ലി സ്റ്റേറ്റ് ഗവൺമെന്റും ആകാം, അല്ലെങ്കിൽ ഒന്നിലേറെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ചേർന്നിട്ടും ആകാം. എനിവേ, ഗവൺമെന്റ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതും മാനേജ് ചെയ്യുന്നതുമായിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ പറയുന്നത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസിനും പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ എക്കോണമിയെ നമ്മൾ ഒരു മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യൻ എക്കോണമി മേ ബി ഡിവൈഡഡ് ഇൻടു ടു. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? യെസ്, ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖല. സെക്കൻഡ് പബ്ലിക് സെക്ടർ, ദാറ്റ് ഈസ് പൊതുമേഖല. ഇപ്പൊ പ്രൈവറ്റ് സെക്ടർ എന്നും പബ്ലിക് സെക്ടർ എന്നും, അല്ലെങ്കിൽ സ്വകാര്യ മേഖല എന്നും പൊതുമേഖല എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇന്ത്യൻ എക്കോണമി ഈസ് എ മിക്സഡ് എക്കോണമി. അതുകൊണ്ടാണ് ഇന്ത്യൻ എക്കോണമിയെ ഒരു മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് എന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ എക്കോണമിയെ പ്രൈവറ്റ് സെക്ടർ എന്നും പബ്ലിക് സെക്ടർ എന്നും ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ പ്രൈവറ്റ് സെക്ടറിൽ ഏതൊക്കെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണോ ഉള്ളത് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൽ ഏതൊക്കെ വിധത്തിലാണോ ഒരു സ്ഥാപനം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആയ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. പ്രൈവറ്റ് സെക്ടർ ഓർ സ്വകാര്യ മേഖല. പ്രൈവറ്റ് സെക്ടർ ഇൻക്ലൂഡ്സ് ഓർഗനൈസേഷൻസ് ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. സ്വകാര്യ മേഖലയിൽ പെടുന്നത് വ്യക്തിയുടെയോ ഒരു കൂട്ടം വ്യക്തികളുടെയോ ഉടമസ്ഥതയിലുള്ള ബിസിനസ് സംഘടനകളാണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്, പാർട്ണർഷിപ്പ്, പങ്കാളി ബിസിനസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘം, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന forms of business organizations.
എന്തൊക്കെയായിരുന്നു? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ണർഷിപ്പ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പബ്ലിക് സെക്ടർ, പൊതുമേഖല. ഓർഗനൈസേഷൻസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ് ഈസ് കോൾഡ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. സർക്കാർ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള വിവിധ സ്ഥാപനങ്ങളാണ് പൊതുമേഖലയിൽ പെടുന്നത്. പൊതുമേഖലയിൽ പെടുന്ന അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ പെടുന്ന ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം. ആദ്യം വരുന്നത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, വകുപ്പ് സംരംഭങ്ങൾ. പബ്ലിക് കോർപ്പറേഷൻസ്, പൊതു കോർപ്പറേഷനുകൾ. ഗവൺമെന്റ് കമ്പനീസ്, സർക്കാർ കമ്പനികൾ. ഈ 3 ഡിഫറെന്റ് ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ് ഉള്ളത്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് അല്ലെങ്കിൽ വകുപ്പ് സംരംഭങ്ങൾ, പബ്ലിക് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ പൊതു കോർപ്പറേഷനുകൾ, ഗവൺമെന്റ് കമ്പനീസ് അല്ലെങ്കിൽ സർക്കാർ കമ്പനികൾ. നമുക്ക് നോക്കാം ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്തൊക്കെയായിരുന്നു? പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ, സ്വകാര്യ മേഖലയും പൊതുമേഖലയും. സ്വകാര്യ മേഖലയിൽ വരുന്ന ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ണർഷിപ്പ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. അതുപോലെ പബ്ലിക് സെക്ടറിൽ വരുന്ന ഡിഫറെന്റ് ഫോംസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ്. ഇനി നമുക്ക് നോക്കാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം. ദി വേർഡ് സോൾ ഇംപ്ലൈസ് ഓൺലി. സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി എന്നാണ്. ആൻഡ് പ്രൊപ്രൈറ്റർ റെഫേഴ്സ് ടു ഓണർ. ഹെൻസ് എ സോൾ പ്രൊപ്രൈറ്റർ ഈസ് വൺ ഹു ഈസ് ദി ഓൺലി ഓണർ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഏക ഓണർ, ഏക മുതലാളി. അപ്പൊ ഏക മുതലാളിയായിട്ടുള്ള ബിസിനസിനെയാണ് നമ്മൾ പറയുന്നത് ഏകാംഗ വ്യാപാരം അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ബിസിനസ് ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒരൊറ്റ വ്യക്തിയുടെ ഉടമസ്ഥതയിലും ഭരണത്തിലും നിയന്ത്രണത്തിലും നടത്തിക്കൊണ്ടുപോകുന്ന വ്യാപാരത്തെ ഏകാംഗ വ്യാപാരം എന്ന് പറയുന്നു. ഇപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പില് മുതലാളിയായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടാവും. അയാൾ മാത്രമേ ആ ബിസിനസ്സിന് ആവശ്യമായ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. സാധാരണ കേസില് അദ്ദേഹം തന്നെയായിരിക്കും ആ ബിസിനസ് നിയന്ത്രിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മൾ പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ മിക്കവാറും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ടായിരിക്കും ആരംഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സവിശേഷതകൾ. ഫസ്റ്റ്, ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, രൂപീകരണവും അടച്ചുപൂട്ടലും. Formation and closure of sole proprietorship business is very easy. There is no separate law that governs sole proprietorship. ഏകാംഗ വ്യാപാരത്തിന്റെ രൂപീകരണവും അടച്ചുപൂട്ടലും വളരെ എളുപ്പമാണ്. ഏകാംഗ വ്യാപാരം നിയന്ത്രിക്കുന്ന പ്രത്യേക നിയമമൊന്നുമില്ല. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അത് നടത്തിക്കൊണ്ടുപോകണം, എങ്ങനെ അത് ക്ലോസ് ചെയ്യണം തുടങ്ങിയതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു നിയമവും ഇവിടെ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വളരെ ഈസി ആയിട്ട് ആരംഭിക്കാം. അത് എപ്പോഴും വേണമെങ്കിലും അവർക്ക് തോന്നുന്ന സമയത്ത് അത് അടച്ചു പൂട്ടുകയും ചെയ്യാം. അപ്പൊ അതിന്റെ ഫോർമേഷനും ക്ലോഷറും വളരെ ഈസിയാണ്. അതിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും തന്നെയില്ല. രണ്ടാമത്തെ ഫീച്ചറാണ് ലാബിലിറ്റി, ബാധ്യത.
Sole proprietors have unlimited liability. This implies that the owner is personally liable for payment of business debts. ഏകാംഗ വ്യാപാരിക്ക് പരിധിയില്ലാത്ത ബാധ്യതയുണ്ട്. ബിസിനസ് കടങ്ങൾ അടയ്ക്കുന്നതിന് ഉടമ വ്യക്തിപരമായി ഉത്തരവാദിയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നടത്തിക്കൊണ്ടുപോയി ബിസിനസിന് കടം വന്നു കഴിഞ്ഞാൽ ആ കടം ബിസിനസിന്റെ അസറ്റുകൾ എന്തൊക്കെയാണോ അസറ്റുകൾ വിറ്റിട്ട് ആ കടം വീട്ടിയിരിക്കണം. അസറ്റുകൾ വിറ്റിട്ടും കടം വീട്ടാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ ബിസിനസ്മാന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി, അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും ഒക്കെ തന്നെ വിറ്റ് ബിസിനസിന്റെ കടം വീട്ടേണ്ടതായിട്ടുണ്ട്. എത്ര കടം ഉണ്ടായി കഴിഞ്ഞാൽ ആ കടം മുഴുവനും വീട്ടാനുള്ള ബാധ്യത പേഴ്സണലായിട്ട് ആ സോൾ പ്രൊപ്രൈറ്റർക്കാണ്. അതുകൊണ്ട് തന്നെ സോൾ പ്രൊപ്രൈറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അത് എത്രയോ ബിസിനസ് ചെയ്ത് എത്ര കോടിക്കണക്കിന് രൂപ ബാധ്യത വന്നു കഴിഞ്ഞാലും ആ ബാധ്യത മുഴുവനും കൊടുത്തു തീർക്കേണ്ടത് ആ സോൾ പ്രൊപ്രൈറ്ററുടെ വ്യക്തിപരമായിട്ടുള്ള ബാധ്യതയാണ്. അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി അടക്കം വിറ്റ് ആ കടം വീട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സോൾ റിസ്ക് ബെയറർ ആൻഡ് പ്രോഫിറ്റ് റിസിപ്പിയന്റ്. ലാഭനഷ്ടങ്ങൾ ഉടമയുടേത് മാത്രമാണ്. ലാഭം ഉണ്ടായിക്കഴിഞ്ഞാലും നഷ്ടമുണ്ടായിക്കഴിഞ്ഞാലും അത് സോൾ പ്രൊപ്രൈറ്റർ, ആ ഒരു വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സോൾ പ്രൊപ്രൈറ്റർ ബേസ് ഓൾ റിസ്ക് ഹിംസെൽഫ് ആൻഡ് സോൾ റിസിപ്പിയന്റ് ഓഫ് ഓൾ പ്രോഫിറ്റ്സ്. ഏകാംഗ വ്യാപാരി എല്ലാ അപകട സാധ്യതകളും സ്വയം വഹിക്കുകയും എല്ലാ ലാഭത്തിന്റെയും ഏക സ്വീകർത്താവ് ആയിരിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, കൺട്രോൾ, നിയന്ത്രണം. ഓൾ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി സോൾ പ്രൊപ്രൈറ്റർ ഹിംസെൽഫ് ആൻഡ് കൺട്രോൾസ് ദി ബിസിനസ്. എല്ലാ തീരുമാനങ്ങളും ഉടമസ്ഥൻ തന്നെ എടുക്കുകയും ബിസിനസ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. നിയമപരമായി മറ്റൊരു അസ്തിത്വമില്ല. ദി ബിസിനസ് ഡസ് നോട്ട് ഹാവ് an identity separate from the owner. In the eye of law, no distinction is made between the sole trader and his business. ബിസിനസിന് ഉടമയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി ഇല്ല. നിയമപരമായി ഏക വ്യാപാരിയും അവന്റെ ബിസിനസ്സും തമ്മിൽ വേർതിരിവില്ല. നമ്മൾ നേരത്തെ പഠിച്ചു, സോൾ പ്രൊപ്രൈറ്ററുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ബിസിനസിന് കടം വന്നു കഴിഞ്ഞാൽ ആ കടത്തിന്റെ ഉത്തരവാദി ബിസിനസ് മാൻ തന്നെയാണ്, ആ സോൾ പ്രൊപ്രൈറ്റർ തന്നെയാണ്. അയാളുടെ ലയബിലിറ്റി അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആണെന്ന് പഠിച്ചു. ഇപ്പൊ നിയമത്തിന്റെ കണ്ണില് ബിസിനസ് എന്ന് പറയുന്നതും ബിസിനസ് മാൻ എന്ന് പറയുന്നതും രണ്ടും ഒന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരാള് ഒരു ബിസിനസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ അത് ബിസിനസ് മാൻ തന്നെയാണ് അവിടെ കക്ഷിയായിട്ട് വരിക. കാരണം ബിസിനസ് എന്ന് പറയുന്നതിന് പ്രത്യേക നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ബിസിനസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ബിസിനസ് മാൻ തന്നെയാണ് അവിടെ ഒരു കക്ഷിയായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. വ്യാപാര തുടർച്ചയുടെ അഭാവം. ദി ഡെത്ത്, ഇൻസോൾവൻസി, ലുനസി എക്സെട്ര ഓഫ് ദി പ്രൊപ്രൈറ്റർ മേ ലീഡ് ടു ക്ലോഷർ ഓഫ് ദി ബിസിനസ്. ഉടമസ്ഥന്റെ മരണം, പാപ്പരത്വം തുടങ്ങിയവ ബിസിനസ് അവസാനിപ്പിക്കുന്നതിന് ഇടയാക്കാം. ഒരു സോൾ പ്രൊപ്രൈറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാത്രമാണ് ആ ബിസിനസിന്റെ ഉടമ എന്ന് പറയുന്നത്. അദ്ദേഹമായിരിക്കും സാധാരണയായിട്ട് ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെടുകയോ പാപ്പരാവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലുനസി, മെന്റലായിട്ട് ഡിസോർഡർ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബിസിനസ് അവിടെ അവസാനിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ്. നേട്ടങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, സത്വര തീരുമാനം. എ സോൾ പ്രൊപ്രൈറ്റർ എൻജോയ്സ് കൺസിഡറബിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻസ്. ഒരു ഏക ഉടമസ്ഥന് ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗണ്യമായ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അദ്ദേഹം മാത്രമാണ് ആ ബിസിനസിന്റെ ഉടമ.
അദ്ദേഹമാണ് ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനങ്ങൾ എടുക്കാനും വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാം. ആരുമായിട്ടും കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് തോന്നുന്ന തീരുമാനങ്ങൾ എന്താണോ ആ തീരുമാനങ്ങൾ വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ബിസിനസ് ഇൻഫോർമേഷൻ. ബിസിനസിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ ദി പ്രൊപ്രൈറ്റർ ക്യാൻ കീപ് all informations related to the business operations confidential and maintain secrecy. ബിസിനസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കാൻ ഉടമയ്ക്ക് കഴിയും. അപ്പൊ ബിസിനസിന്റെ സീക്രസി എന്തൊക്കെയാണോ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ എന്തൊക്കെയാണോ ആ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടി വരുന്നില്ല. കാരണം ഒരാൾ മാത്രമാണ് അവിടെ ബിസിനസിന്റെ ഓണർ ആയിട്ടുള്ളത്. അയാൾ തന്നെയാണ് ബിസിനസ് മാനേജ് ചെയ്യുന്നതും നടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് രഹസ്യങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. തേർഡ്, ഡയറക്റ്റ് ഇൻസെന്റീവ്, നേരിട്ടുള്ള പ്രോത്സാഹനം. ദി ബെനിഫിറ്റ്സ് ഓഫ് ഹിസ് എഫേർട്സ് ഈസ് എൻജോയ്ഡ് ബൈ ദി പ്രൊപ്രൈറ്റർ ഹിംസെൽഫ്. നോ നീഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് വിത്ത് അതേഴ്സ്. അവന്റെ പരിശ്രമത്തിന്റെ പ്രയോജനങ്ങൾ ഉടമസ്ഥൻ തന്നെ ആസ്വദിക്കുന്നു. ലാഭം മറ്റുള്ളവരുമായി പങ്കിടേണ്ടതില്ല. ഇപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സില് ബിസിനസ്മാൻ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണോ ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് കിട്ടുന്ന ലാഭം മുഴുവനും ആ ബിസിനസ്മാന് തന്നെ അവകാശപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് അനുഭവിക്കുന്നത്. അത് ലാഭമായി കഴിഞ്ഞാലും നഷ്ടമായി കഴിഞ്ഞാലും അദ്ദേഹത്തിന് തന്നെ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ പ്രയത്നത്തിനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് മാറുന്നു. നെക്സ്റ്റ്, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ബിസിനസ് വിജയസംതൃപ്തിയും സാഫല്യവും. ദി സക്സസ് ഓഫ് ദി ബിസിനസ് ലീഡ്സ് ടു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ബിസിനസിന്റെ വിജയം സ്വയം സംതൃപ്തിയിലേക്കും നേട്ടത്തിന്റെ ബോധത്തിലേക്കും നയിക്കുന്നു. ഇപ്പൊ ബിസിനസ്സിന് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് ബിസിനസ്മാന് സ്വയം അവകാശപ്പെട്ടതാണ്. കാരണം ബിസിനസ്മാൻ തന്നെയാണ് ആ ബിസിനസിന്റെ ഉടമയും അത് അവർ തന്നെയാണ് ആ ബിസിനസ് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. ഇപ്പൊ ബിസിനസ്സിന് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് ബിസിനസ്മാന്റെ തന്നെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ ബിസിനസ്മാന് സംതൃപ്തി ലഭിക്കാൻ വേണ്ടി അത് ഇടയാക്കുന്നു. നെക്സ്റ്റ്, ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. നമ്മൾ ഇതിന്റെ ഫീച്ചർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു എളുപ്പത്തിൽ രൂപീകരിക്കാം അല്ലെങ്കിൽ അടച്ചുപൂട്ടാം. ഫോർമേഷൻ ആൻഡ് ക്ലോഷർ ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ഈസ് വെരി ഈസി. ദർ ഈസ് നോ ലോ ദാറ്റ് ഗവേൺസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഏക ഉടമസ്ഥാവകാശ ബിസിനസിന്റെ രൂപീകരണവും അടച്ചുപൂട്ടലും വളരെ എളുപ്പമാണ്. ഏക ഉടമസ്ഥാവകാശം നിയന്ത്രിക്കുന്ന പ്രത്യേക നിയമവുമില്ല. ഇനി നമ്മൾ ഇതിൽ ലാസ്റ്റിൽ പഠിക്കുന്നതാണ് ലിമിറ്റേഷൻസ് ഓർ ഡിസഡ്വാൻറ്റേജസ്. പരിമിതികൾ അല്ലെങ്കിൽ ദോഷങ്ങൾ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ്, ലിമിറ്റഡ് റിസോഴ്സസ്, മൂലധന പരിധി. Resources of a sole proprietor are limited to his or her personal savings and borrowings from others. ഒരു ഏക ഉടമസ്ഥന്റെ മൂലധനം അവന്റെ അല്ലെങ്കിൽ അവളുടെ സ്വകാര്യ സമ്പാദ്യവും മറ്റുള്ളവരിൽ നിന്നുള്ള വായ്പകളും മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. ഒരാള് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ആ ബിസിനസിന്റെ മൂലധനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൈസ, അല്ലെ അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ പൈസ, അതുപോലെ തന്നെ ബാങ്കിൽ നിന്നോ മറ്റെവിടെയെങ്കിലും ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ലോൺ കിട്ടുന്ന എമൗണ്ട് അത്ര മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് സാധാരണ സ്മോൾ സ്കെയിൽ ബിസിനസ് ആയിരിക്കും. ചെറിയ ബിസിനസ് ആയിട്ടായിരിക്കും ആരംഭിക്കുന്നത് സാധാരണ കേസിൽ. കാരണം ഏക ഉടമസ്ഥാവകാശം എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമേ ഉടമയായിട്ടുള്ളൂ, അയാൾ മാത്രമേ ബിസിനസ്സിൽ വേണ്ടുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൂ. അപ്പൊ അയാളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ബിസിനസ് മാത്രമേ അദ്ദേഹത്തിന് തുടങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതാണ് ഒരു ലിമിറ്റേഷൻ. സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്
ലിമിറ്റഡ് ലൈഫ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ പരിമിതമായ കാലദൈർഘ്യം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ദി ഡെത്ത്, ഇൻസോൾവൻസി, lunacy, etc. of the proprietor may lead to closure of the business. ഉടമസ്ഥന്റെ മരണം, പാപ്പരത്വം തുടങ്ങിയവ ബിസിനസ് അവസാനിപ്പിക്കുന്നതിന് ഇടയാക്കാം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആണ് അൺലിമിറ്റഡ് ലാബിലിറ്റി, അകൃത്ത ബാധ്യത. എന്തായിരുന്നു അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് തന്നെയാണ്. This implies that the owner is personally responsible for the payment of business debts. ബിസിനസ് കടങ്ങൾ അടക്കുന്നതിന് ഉടമ വ്യക്തിപരമായി ഉത്തരവാദിയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ബിസിനസ് നടത്തി ബിസിനസ്സിൽ ഒരുപാട് കടങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കടങ്ങൾ മുഴുവനും വീട്ടേണ്ട ഉത്തരവാദിത്തം ബിസിനസ് മാൻ ആണ്. ബിസിനസ് മാൻ അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റ് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി, ഭരണശേഷിയുടെ അഭാവം. Due to limited resources, sole proprietor may not be able to appoint professional managers. പ്രൊഫഷണൽ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ നല്ല സാലറി കൊടുക്കേണ്ടി വരും. അത്രയേറെ സാലറി കൊടുത്തുകൊണ്ട് പ്രൊഫഷണൽ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള കഴിവ് മിക്കവാറും കേസിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഉണ്ടായേക്കില്ല. ദി പ്രൊപ്രൈറ്റർ മേ നോട്ട് ബി എ പ്രൊഫഷണൽ മാനേജർ. അപ്പൊ പ്രൊഫഷണൽ മാനേജർ അല്ല എങ്കിൽ ആ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഗുണം സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ചു ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു മിക്സഡ് എക്കോണമി ആണെന്ന് പറഞ്ഞു. എന്താണ് ഇന്ത്യൻ എക്കോണമി ഒരു മിക്സഡ് എക്കോണമി എന്ന് പറയാൻ കാരണം? ബിക്കോസ് പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടു പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് എന്തൊക്കെയായിരുന്നു? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ണർഷിപ്പ് ബിസിനസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ആദ്യത്തെ ഓർഗനൈസേഷനായ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് ഇപ്പോഴും ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.